10ലേറെ തവണ സ്വപ്നതുല്യമായ അവതരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. എന്നിട്ടും പടുപരാജയമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി എന്ന നേതാവ് നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയെയും പ്രചാരണത്തിനിറങ്ങിയാൽ സ്ഥാനാർത്ഥിയെയും മുച്ചൂടും മുടിച്ചിട്ട് കരകയറുന്ന നേതാവ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവ്. വിശേഷണങ്ങൾ ഒരുപാടാണ് രാഹുൽ ഗാന്ധിക്ക്. പക്ഷേ ഈ പടുപരാജയത്തിന്റെ കുഴിയിലും രാഹുൽ ഗാന്ധി ഭാരതത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം അതീവ അപകടകരമാണ്. 60 വർഷത്തിലധികം ഈ രാജ്യത്തെ അടക്കി ഭരിക്കാൻ കോൺഗ്രസിനെ സഹായിച്ചത് ഇതേ വിഭജന രാഷ്ട്രീയം തന്നെയായിരുന്നു. കാരണം ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനതയെ അവരൊരിക്കലും തന്നെയും ഒരു സംഘടിത വോട്ട് ബാങ്കായി കണക്കാക്കിയിരുന്നില്ല. നൂറുകണക്കിന് ജാതികളാലും ആയിരക്കണക്കിന് ഉപജാതികളാലും വേർപിരിഞ്ഞു കിടക്കുന്ന ഒരു കൂട്ടം ജനത മാത്രമായിരുന്നു ഈ നാട്ടിലെ ഹിന്ദുക്കൾ. പക്ഷേ 2014 ശേഷം, നരേന്ദ്രമോദിക്ക് ശേഷം കാര്യമായ മാറ്റം ഇതിൽ സംഭവിച്ചു. ഹിന്ദു എന്ന ഒറ്റ അസ്തിത്വത്തിന്റെ പുറത്ത് വോട്ട് ചെയ്യാനായി അവർ തീരുമാനിച്ചത് 2014 ശേഷമാണ്. പിന്നോക്കക്കാരനായ പ്രധാനമന്ത്രിക്ക് വോട്ട് ചെയ്യാൻ മുന്നോക്കക്കാരനായ ഒരു ജാതിക്കാരനും ഒരു പ്രശ്നവുമില്ലാത്ത കാലത്തിലേക്ക് കടന്നു വന്നു. എത്രയോ നൂറ്റാണ്ടുകളായി ഹിന്ദുക്കളെ വിഭജിച്ച് ഭരിച്ചുകൊണ്ടിരുന്നവരുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെയും ലക്ഷ്യത്തിലെത്താതെ പാളം തെറ്റുന്ന അവസ്ഥ കണ്ടു. വിഭജന രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹിന്ദുവിനെ വെറും ജാട്ടായും ദളിതനായും വൊക്കലിംഗയായും യാദവനായും മാത്രം കണ്ട പ്രതിപക്ഷ കക്ഷികളുടെ മുഖത്തേറ്റ അടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടന്നുവരവ്. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന തിരിച്ചറിവും ഇനിയൊരിക്കലും ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസാരകളിൽ കയറിയിരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവും നെഹ്റു കുടുംബത്തെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു. അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ആദ്യം രാഹുൽ ഗാന്ധി കൈവച്ചത് ജാതി സെൻസസ് എന്ന പേരിലാണ്. ഹിന്ദു എന്ന ഒറ്റക്കുട കീഴിൽ നിൽക്കുന്ന ഇന്നത്തെ ഭൂരിപക്ഷ ജനതയെ ഈ ജാതിയുടെ പേരിൽ വിഭജിക്കേണ്ടത് കോൺഗ്രസിന് അത്യാവശ്യം തന്നെയായിരുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിന്ദു വോട്ട് ബാങ്കിൽ വിള്ളലേൽപ്പിക്കാൻ അതല്ലാതെ മറ്റു മാർഗങ്ങൾ രാഹുൽ ഗാന്ധിക്ക് മുന്നിലില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ജാതി സെൻസസ് എന്ന തന്ത്രം അകാല ചരമം പ്രാപിക്കുന്നതാണ് പിന്നീടുള്ള കാലം നമ്മൾ കണ്ടത്. അതോടുകൂടെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും വീണ്ടും പ്ലേറ്റ് മറയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇത്തവണ വന്നത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന ഉട്ടോപ്യൻ നയവുമായിട്ടാണ്. ഈ നാട്ടിലെ ധനികരെ സർവേകളിലൂടെ കണ്ടെത്തുമെന്നും അവയെല്ലാം തന്നെയും പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കും എന്നുള്ള സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് തന്ത്രവുമായിട്ടാണ് രാഹുൽ ഗാന്ധി കളം പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കുറിക്കുകൊള്ളുന്ന മറുപടി BJPയുടെ കയ്യിൽ നിന്നും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും കിട്ടുന്നതോടുകൂടിയും രാഷ്ട്രീയത്തിൽ അത്തരമൊരാശയത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാവുന്നതോടുകൂടിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് 2024 പൊതുതെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിങ്ങിൽ ഉടനീളം കണ്ടത്. ആദ്യം ജാതിയുടെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുകയും പിന്നീട് സമ്പത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി രണ്ടും പരാജയപ്പെട്ടിടത്തു നിന്നാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അടുത്ത ജാതി കുത്തിത്തിരിപ്പുമായി വന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിലെ പട്ടാളക്കാരെയാണ്. രണ്ടാം മോദി സർക്കാർ നടപ്പിലാക്കിയ അഗ്നിവീർ പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന്റെ ഭാഗമായാണ് ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള ജാതീയ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വന്നത്. നരേന്ദ്രമോദി സർക്കാർ അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഗുണഭോക്താക്കളായി വരാൻ പോകുന്നത് ദളിതരും പാവപ്പെട്ടവരും മാത്രമാണെന്നും അതേസമയം ആർമിയിലെ ഉയർന്ന പോസ്റ്റുകളെല്ലാം തന്നെയും സവർണർക്ക് എഴുതി കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ആനുകൂല്യങ്ങളൊക്കെ തന്നെയും അത്തരത്തിൽ സ്ഥിര നിയമനം നേടുന്ന ഉയർന്ന ജാതിക്കാർക്ക് മാത്രമായിരിക്കുമെന്നും മറിച്ച് അഗ്നിവീറുകാർക്ക് ഒന്നും തന്നെ ലഭിക്കുകയില്ല എന്നുള്ള ഏറ്റവും നീചമായിട്ടുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് വന്നത്. ഇന്ത്യയിൽ എന്നൊക്കെ സൈന്യം സർക്കാരിനെ മറികടക്കുന്ന പോലെ പെരുമാറിയിട്ടുണ്ടോ അതൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു. ഫീൽഡ് മാർഷൽ സാം മനേഷ്കയും ഇന്ദിരാഗാന്ധിയും തമ്മിലുള്ള വഴക്കു മുതൽ ജനറൽ കൃഷ്ണസ്വാമി സുന്ദർജിയും രാജീവ് ഗാന്ധിയും തമ്മിലുള്ള വഴക്കൊക്കെ തന്നെയും ചരിത്രം തന്നെയാണ്. ജനറൽ VK സിംഗും മൻമോഹൻ സിംഗും തമ്മിലുള്ള വഴക്കും പിന്നീട് ഡൽഹിയിലേക്ക് നടന്ന പട്ടാള നീക്കവും ഇതൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു. ഇതിന്റെ ഏറ്റവും അടുത്ത വേർഷൻ നടക്കാൻ പോകുന്നത് ഇനി രാഹുൽ ഗാന്ധി എങ്ങാനും പ്രധാനമന്ത്രിയായാലാണ്. ഇന്ത്യയുടെ ഭാഗ്യം കൊണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. സൈന്യത്തിനെ ജാതി തിരിച്ചു സംസാരിച്ച അതിഗുരുതരവും നിരുത്തരവാദിത്വപരവും നിറഞ്ഞതുമായ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന സത്യത്തിൽ സൈന്യത്തെ ഞെട്ടിച്ചിട്ടുണ്ടാകും. ആദ്യം പറഞ്ഞ ഓരോ അവസരങ്ങളിലും സൈന്യം രാഷ്ട്രീയ താൽപര്യത്തെ മറികടക്കാൻ ശ്രമിച്ചത് രാജ്യതാൽപര്യം മാത്രം മുൻനിർത്തിയായിരുന്നു. ദളിതനായ സൈനികൻ മരണപ്പെട്ടാൽ രക്തസാക്ഷിയാകില്ല എന്നും സവർണജാതിയിൽപ്പെട്ട സൈനികർക്ക് മാത്രമേ രക്തസാക്ഷി പദവി കിട്ടുകയുള്ളൂ എന്നും മറ്റുമുള്ള രാജ്യദ്രോഹപരമായ പ്രസ്താവന നടത്താൻ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ രാജീവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചും അത്രമാത്രം പരിമിതവും വികലവുമായി ചിന്തിക്കാൻ രാഹുലിനെ പോലെ ഒരു കോൺഗ്രസുകാരനും കഴിയില്ല. പിന്നെ ഇത്തരത്തിലുള്ള സംസാരം ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ വായിൽ നിന്നാണ്. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് സൈനികർക്ക് രക്തം കൊടുക്കാൻ ആഹ്വാനം ചെയ്ത നേതാവിനെ തരം താഴ്ത്തിയ ഒരു പാർട്ടിയിൽ നിന്ന് കൂടുതലൊന്നും തന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല.
പക്ഷേ 6 പതിറ്റാണ്ടുകാലം ഈ രാജ്യം അടക്കി ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ ഇളം തലമുറക്കാരന്റെ വായിൽ നിന്നും വരേണ്ട വാക്കുകളല്ല രാഹുൽ രാജീവിന്റെ വായിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു പഴയ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പണ്ട് UPA ഭരണകാലത്ത് മുംബൈ പോർട്ടിൽ അടുപ്പിച്ച ഒരു അന്തർവാഹിനിയിൽ തീപിടിച്ച് ചില നാവികർ മരിച്ചു. ഈ സമയം അവിടെ എത്തിയ മാധ്യമങ്ങൾ സൈനികരുടെ സംസ്ഥാനം തിരിച്ചുള്ള ലിസ്റ്റ് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിന്ന നാവിക ഉദ്യോഗസ്ഥർ പറഞ്ഞത് "ദേ ആർ ഇന്ത്യൻസ്" എന്നാണ്. ആ പട്ടാളത്തിനെയാണ് ജാതി പറഞ്ഞും മതം പറഞ്ഞും വേർതിരിക്കുന്നത്. പട്ടാളത്തിനെ ഈ വിധം ഭിന്നിപ്പിക്കുന്നത് ഇന്ത്യക്കാരന്റെ മരണമണിയാണ് എന്ന് മനസ്സിലാക്കിയാൽ വരും തലമുറ ഇന്ത്യക്കാരായി അഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കും. അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവർക്ക് അവകാശപ്പെടാൻ ഒരു രാജ്യമോ അഭിമാനിക്കാൻ ഒരു സംസ്കാരമോ കാണില്ല. ഇതാണ് പണ്ട് ചാണക്യൻ പറഞ്ഞത്. വിദേശ വനിതയിലുണ്ടായ പുത്രൻ ഒരിക്കലും രാജ്യസ്നേഹിയോ രാജ്യത്തോട് കൂറുള്ളവനോ ആയിരിക്കില്ല.